ഒരു കുട്ടി രൂപപ്പെടുന്നത് 2-ാം വയസ്സിലോ 3-ാം വയസ്സിലോ ഒന്നല്ല. കുട്ടി രൂപപ്പെടുന്നത് ഒരു ഉമ്മാന്റെ വയറ്റിൽ തന്നെ കുട്ടിയായിട്ടുണ്ട്, അതൊരു മനുഷ്യനായിട്ടുണ്ട്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു കുട്ടി സീനിയർ ആണെന്ന് പറഞ്ഞു. റൂഹ് ആ കുട്ടിയുടെ ഉള്ളിൽ അള്ളാഹു നൽകുന്നതോടെ, ഊതുന്നതോടെ ആ കുട്ടിയൊരു മനുഷ്യനാണ്. ഇപ്പോ ഈ അൺഎക്സ്പെക്റ്റഡ് ചൈൽഡ് ഉണ്ടാവും, 2 കുട്ടികളുണ്ട്, 3-ാമത്തെ കുട്ടി നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്നു. അതിനെക്കുറിച്ചുള്ള പഠനത്തിൽ പറയാം, ചില ആളുകൾ ആ കുട്ടിയെ അബോർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. വേണ്ട, കഴിയൂല എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ആ കുട്ടിയെ അബോർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളുടെ ഭാഗം ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടേ ഉള്ളൂ, അബോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ആ കുട്ടിയെക്കുറിച്ചുള്ള പഠനങ്ങളാണ്, ആധുനികമായ ശാസ്ത്രീയമായ പഠനങ്ങളിൽ പറയാം, ആ കുട്ടി എന്നെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടാവും. ഒരു ഉമ്മാനെ കുറിച്ച് പറയുന്നുണ്ട് എന്റെ ഒരു സുഹൃത്ത്. ഒരു കുട്ടിയെ ഒരു കാര്യത്തിലും താല്പര്യമില്ല. ഏത് കുട്ടിക്ക് എന്തെങ്കിലും കാര്യത്തിൽ താല്പര്യം ഉണ്ടാവില്ല. പഠനത്തിന് താല്പര്യം അല്ലെങ്കിൽ സ്പോർട്സിന് താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആർട്ട്, ഇങ്ങനെയുള്ള. ഈ ഒരു കുട്ടിക്ക് യാതൊരു കാര്യത്തിലും താല്പര്യമില്ല. ഈ കുട്ടിയുടെ ഉമ്മയെ കൗൺസിൽ ചെയ്തു അദ്ദേഹം. എന്നിട്ട് ചോദിച്ചു, ഓരോ കാര്യങ്ങൾ ചോദിച്ച് ഒരു ഏകദേശ രൂപം കിട്ടിയപ്പോൾ അവൻ ചോദിച്ചു, ആ കുട്ടി വേണ്ട എന്ന് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്ന ഉമ്മ ആദ്യമൊക്കെ നിഷേധിച്ചു, പിന്നെ പറഞ്ഞു ഉണ്ടായിരുന്നു. 15-ാമത്തെ വയസ്സിലായിരുന്നു ആ ഗർഭം. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ പ്രായത്തിൽ കുട്ടി വേണ്ടെന്ന് എന്ന്. മനസ്സിലുണ്ടായിട്ടുള്ളൊരു ചിന്തയാണ്. പക്ഷെ ഉള്ളിലൊരു മനുഷ്യനുണ്ട് എന്ന കാര്യം നമ്മളെങ്ങാനും വിസ്മരിച്ചാലുണ്ടല്ലോ, ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ അത് ബാധിക്കുന്നു. ഒരമ്മയെ കുറിച്ച് പറയുന്നുണ്ട്, സീരിയൽ കണ്ടിട്ട് എപ്പോഴും കരയണ ഒരു ഗർഭവതിയാണ്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും സീരിയൽ കണ്ട് കരയണ ഒരാളാണ്. ഈ കുട്ടി പ്രസവിക്കപ്പെട്ട് സന്ധ്യാസമയമായ കുട്ടി നിർത്താതെ കരയുന്നു ഉള്ളതാണ്. അമേരിക്കയിൽ ഒരു സയന്റിസ്റ്റിന്റെ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു സർജന്, അദ്ദേഹം ഒരാളുടെ തലച്ചോറ് ശസ്ത്രക്രിയ നടത്തുന്ന സമയത്ത് തലച്ചോറിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് തൊട്ടപ്പോ, അമേരിക്കയിലെ ഒരു വളരെ പ്രശസ്തമായൊരു ലല്ലാബി ഉണ്ട്, ഈ താരാട്ടുപാട്ട്. നമ്മുടെ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതിന്റെ ഒറിജിനൽ വേർഷൻ മേരി മേരി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് ഈ കുട്ടി പാടാൻ തുടങ്ങി. അവിടുന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ പാട്ട് നിർത്തും, വീണ്ടും ആ ഭാഗത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് പാടും. അവിടെ സ്റ്റോർ ചെയ്തതാണ്, കുട്ടിക്കാലത്തെന്നോ സ്റ്റോർ ചെയ്ത. ആ പാട്ട് ചോദിച്ചാൽ ഇയാൾക്ക് പാടാൻ കഴിയില്ല, കുട്ടിക്ക് പാടാൻ കഴിയില്ല. പക്ഷെ തലച്ചോറിനൊരു ഭാഗത്ത് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. കുട്ടി രൂപപ്പെട്ടതിന് ശേഷം, കുട്ടി പ്രസവിക്കപ്പെട്ടതിന് ശേഷം 2 വയസ്സെന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് പീരീഡ് എന്നാണ് പറയുന്നത്. അന്നാണ് എല്ലാം ഒരാൾക്ക് രൂപപ്പെടുന്നത്. ഒരാൾ ആരാകണം, കള്ളനാകണോ, മോഷ്ടാവാകണോ, ക്രിമിനലാകണോ, ആരാകണം എന്ന് തീരുമാനിക്കപ്പെടുന്ന പ്രായമാണ് 2 വയസ്സെന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ തന്നെ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവമുണ്ട്. ഖുർആൻ പിന്നെ ഈ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് ഇവള് നന്നായിട്ട് ഖുർആൻ ഓതിയിരുന്നു, ഉറക്ക ഓതിയിരുന്നു. അവൾക്ക് പറഞ്ഞു കൊടുത്തതന്നെയാണ് ഖുർആൻ ഓതാൻ വേണ്ടി, കുട്ടിക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടി പിന്നെ പ്രസവിക്കപ്പെട്ടു. പിന്നെ ഇവൾക്ക് കുട്ടിക്ക് താരാട്ട് പാട്ടായിട്ട് ഖുർആനെ കൽപ്പിച്ചു. ഇവൻ പറയാണ്, ഖുർആൻ കേട്ട് കഴിഞ്ഞാലേ അവൻ ഉറങ്ങുള്ളൂ. ഞങ്ങൾ വെറുതെ അറബി പാട്ടൊക്കെ വെച്ച് നോക്കി. ഖുർആന് ഏകദേശം അറബി വേർഡ് തന്നെയാണല്ലോ, പക്ഷെ ഉറങ്ങൂലെന്ന്. ഖുർആൻ തന്നെ അവന് കേൾക്കണം. ഒരു നഴ്സിന്റെ കഥ പറയുന്നുണ്ട്. 4 കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 കുട്ടികൾ ഒരു പിന്നെ ആശുപത്രിയിലാണ്. 3 കുട്ടികളും കരയാ. ഈ നഴ്സ് എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുട്ടി മാത്രം കരയാതെ എന്തോ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ആ നഴ്സ് പിന്നെ ആ കുട്ടിയുടെ അമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, 3 കുട്ടികളും കരയുന്നുണ്ട്, ഇവള് മാത്രം കരയുന്നില്ല എന്ന്. അപ്പൊ കാര്യങ്ങൾ ചോദിച്ചു അവസാനം ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പണി? ഈ കുട്ടിയുടെ അമ്മ ടൈപ്പിസ്റ്റാണ്. ആ അമ്മയുടെ ടൈപ്പിംഗ് ഉണ്ടല്ലോ, ഇത് കേട്ടിട്ടാണ് ഈ കുട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു ശതമാനവും കേൾക്കണ ഈ ശബ്ദമാണ്. അവിടെ നഴ്സ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി. നമ്മുടെ ഒരു പണ്ഡിതൻ പറഞ്ഞ സംഭവമുണ്ട്. അദ്ദേഹത്തിന് 3 വയസ്സുള്ള ഒരു പേരക്കുട്ടിയുണ്ട്. അപ്പോ കല്യാണത്തിന് പോയതാണ്. കല്യാണത്തിന്റെ വീട്ടിലേക്ക് കയറിപ്പോയപ്പോ പുറത്ത് ചെരുപ്പ് അഴിച്ചിട്ടാണ് കയറിപ്പോയത്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ചെരുപ്പ് നോക്കിയിട്ട് കാണുന്നില്ല. ഒരുപാട് ചെരുപ്പുകൾ ഉണ്ടാവുമല്ലോ. ഇദ്ദേഹത്തിന് 3 വയസ്സുള്ള കുട്ടി ഓടി വന്ന് വല്യപ്പാന്റെ ചെരുപ്പെടുത്തിട്ട് പോയി. ചെരുപ്പെടുത്ത് കൊടുത്തിട്ട് അവൻ ഓടിപ്പോയി. അദ്ദേഹം പറയണേ, എപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്, അതാണ് എന്റെ ചെരുപ്പ് എന്ന്. ഞാൻ നോക്കിയിട്ട് ചെരുപ്പ് കാണുന്നില്ല. 3 വയസ്സുള്ള കുട്ടി ഓടി വന്നിട്ട് വല്യപ്പാന്റെ ചെരുപ്പ് എടുത്തു കൊടുത്തിട്ട് പോയി. ഇതാണ് സംഭവം. കുട്ടികൾ നിരന്തരമായി നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകള്, നമ്മൾ കുറ്റം പറയുന്ന കാര്യങ്ങള്.
നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയും. ഒരാളുടെ കഥ പറയാറുണ്ട്. വീട്ടിലേക്ക് ഒരാൾ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഉച്ചയ്ക്കൊന്ന് വരുന്നുണ്ട് ഞങ്ങള്. അപ്പൊ ഇയാൾ സന്തോഷത്തോടെ പറഞ്ഞു വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. പക്ഷെ ഫോൺ വെച്ചിട്ട് പറഞ്ഞു, എന്ത്, ആ തീറ്റപ്പണ്ടാരങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതാര് കേട്ട്? കുട്ടി കേട്ട്. പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അവര് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. കുട്ടി ചോദിച്ചു, ഇയാളാണോ തീറ്റപ്പണ്ടാരെന്ന്? ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഭർത്താവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ പിന്നെ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതൊന്നും ഒരിക്കലും കുട്ടികൾ കേൾക്കെ നമ്മള് പറയരുത്. സമയം ചുരുക്കാനാണ് പറയുന്നത്. നമുക്ക് ചുരുക്കാം. ഇപ്പൊ നമ്മുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നുണ്ടാവുന്ന ചെറിയ ചെറിയ വിഷമങ്ങളായിരിക്കും. നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ ഉമ്മയോട് അത് പറയുന്നുണ്ടാവും. കുട്ടി അത് കേൾക്കല്ലേ. ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് തീർന്നുണ്ടാവും. ഇതാണ് നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പറയുന്ന വാക്കുകൾ. മറ്റുള്ളവരെ കുറിച്ച്, സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വാക്കായിരിക്കും. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ കുട്ടി പരിഹരിക്കപ്പെട്ടത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ പ്രശ്നം മാത്രമേ കുട്ടി കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പൊ പലപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ മക്കൾക്ക് കൊടുക്കാതിരിക്കാനുള്ള ശ്രമമെങ്കിലും, കേൾക്കാതിരിക്കാനുള്ള ശ്രമമെങ്കിലും തീർച്ചയായും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ ആ ശ്രദ്ധയുടെ ഭാഗമാണ് എന്ന് അർത്ഥം. നല്ല സുഹൃത്തുക്കളെ കുട്ടികൾക്ക് കൊടുക്കുക. കമ്പനി എന്നുള്ളത് ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന്റെ കുട്ടികളായിരിക്കും നമ്മുടെ കുട്ടിയുടെ സുഹൃത്തുക്കൾ. അപ്പൊ നല്ല സൗഹൃദങ്ങൾ നമുക്കുണ്ടാവുക എന്നുള്ളതും നല്ല ആളുകളുമായുള്ള സഹവാസത്തിന് കുട്ടികൾക്ക് അവസരം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതും പ്രധാനമാണ്. ഓക്കെ, ഞാൻ നിർത്തുന്നു. അപ്പൊ രക്ഷിതാവ് എന്നുള്ളത് ഉമ്മയാകുന്നതോടെ, വാപ്പയാകുന്നതോടെ സംഭവിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ കുട്ടിക്ക് ഓർമ്മിക്കപ്പെടാവുന്ന വിധം നല്ല ഓർമ്മകളായി നമ്മൾ മാറുക എന്നുള്ളതും, വലിയ സൗകര്യങ്ങളോ വലിയ റൂമോ വലിയ സംവിധാനങ്ങളോ ഒന്നുമില്ലെങ്കിലും സ്നേഹമുള്ളൊരു വാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, പരസ്പരം പൊറുക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, കണ്ടീഷനില്ലാതെ സ്നേഹിക്കുന്ന, ടു ബീയിങ് പാഷനറ്റ്ലി ലവ്ഡ് എന്ന് പറയില്ല, അഗാധമായി സ്നേഹിക്കുന്നുണ്ട് നമ്മൾ അവരെ എന്ന് നമ്മുടെ മക്കൾ അറിയണം. അല്ലെ, പഴയ ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാലേ പുറത്തുള്ളതൊക്കെ അതിൽ പതിയും. അല്ലെ, ഫോണിന്റെ കാര്യം പറഞ്ഞ ഫോണിൽ വോയിസ് മെമ്മോയില് നമ്മൾ റെക്കോർഡ് തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്തുള്ള എല്ലാ ശബ്ദവും അതിലുണ്ടാവും. നല്ലത് മാത്രമാണ് ഉണ്ടാവുക? ആണോ? നല്ലതുണ്ടാവും, ചീത്തയുണ്ടാവും. അല്ലേ? അത്രയേ ഉള്ളൂ പറയാൻ. വോയിസ് റെക്കോർഡ് അമർത്തി വെച്ച ടേപ്പ് റെക്കോർഡറുകളാണ് നമ്മുടെ മക്കൾ. പുറത്ത് എന്താണോ അത് പതിയും. നല്ലതും പതിയും, ചീത്തയും പതിയും. പരമാവധി നല്ലത് കൊടുക്കാൻ, നല്ല കാഴ്ചകൾ, നല്ല ബന്ധങ്ങൾ, നല്ല വാക്കുകൾ, നല്ല ശീലങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ എന്തിനേക്കാളും പ്രധാനം 3 കാര്യങ്ങളേ ഉള്ളൂ. 1, നല്ല സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം. 2, ഹലാലായ ഭക്ഷണം. 3, സ്വന്തം കാലിൽ നിൽക്കാനുള്ള വിദ്യാഭ്യാസം. ഒന്നുകൂടി പറയാം. 1, സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം. 2, പറയൂ, ഹലാലായ ഭക്ഷണം. 3, സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവർക്ക് പ്രാപ്തമായ, ഓരോ കുട്ടിക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. മലയാളത്തിനാണ് കൂടുതൽ മാർക്കെങ്കിൽ ആ കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കരുത്. ആ കുട്ടിയെ നിങ്ങൾ മാത്തമാറ്റിക്സിന് നിർബന്ധിക്കരുത്. ആ കുട്ടിയെ എഞ്ചിനീയറിംഗിന് നിർബന്ധിക്കരുത്. അവൻ മലയാളത്തിൽ എന്തോ ആകാൻ വേണ്ടി പഠിച്ചോ സൃഷ്ടിച്ചതാണ്. ഓരോ കുട്ടിക്കും ഓരോ തരത്തിലുള്ള ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് മനസ്സിലാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമായ വിദ്യാഭ്യാസം നൽകുകയും സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം നൽകുകയും ഹലാലായ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ മക്കള് നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥനയാണ്. അല്ലേ? സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന. പണ്ടൊക്കെ 10-20 കുട്ടികളുണ്ടായിരുന്നു. 1-2 ക്ലിക്കാവും. ഇന്ന് ആകെ 1-2 ഉള്ളൂ. നമുക്ക് ആകെ ഉള്ളത് ഇതാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി അവർ മാറണം. 10-12 ഇല്ല, ആകെ 2-3 ഉള്ളൂ. അല്ലേ? അപ്പൊ അത്രയും ശ്രദ്ധ നമ്മുടെ അടുത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നൊന്ന് പഠനമാണ്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ പഠനമാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, സ്കൂളിലും പഠിക്കേണ്ടി വരുന്നു, കുട്ടി വീട്ടിലും പഠിക്കേണ്ടി വരുന്നു എന്നുള്ളത്. ടീച്ചറുടെ അടുത്ത് നിന്ന് പഠിക്കേണ്ടി വരുന്നു, മാഷിന്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടി വരുന്നു, വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉമ്മാന്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടി വരുന്നു. ഉമ്മ ഒരിക്കലും കുട്ടിയെ പഠിപ്പിക്കരുത്, വാപ്പ ഒരിക്കലും കുട്ടിയെ പഠിപ്പിക്കരുത്. CBSEയുടെ നിയമം തന്നെ അതാണ്. ശരിക്കും 1-2 ക്ലാസ്സൊക്കെ തീരുന്നവരെ
സ്കൂളിലേക്ക് പുസ്തകം തന്നെ കൊടുത്തേക്കാൻ പാടില്ല എന്നാണ് അവരുടെ നിയമം. പക്ഷെ പല സ്കൂളുകളും അത് നടത്തുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാനേ പാടില്ല. പഠിക്കേണ്ട സ്ഥലം സ്കൂളാണ്. പിന്നെ വീട്ടിൽ നിന്ന് എന്താ വേണ്ടത്? അതിന് വേണ്ട സൗകര്യങ്ങളും സാഹചര്യങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ കൊടുക്കേണ്ട സ്ഥലമാണ് വീട്. അതല്ലാതെ LKG കുട്ടിയെ അടക്കം അടിച്ചു പഠിപ്പിക്കുന്നതാണ്. ചില വീടുകളിലൊന്നും വൈകുന്നേരം പോകാൻ കഴിയില്ല. അവിടെ വലിയ അട്ടഹാസങ്ങളായിരിക്കും. ആകെ ഒരു ചെറിയ കുട്ടിയായിരിക്കും. 60 കിലോ 70 കിലോ 50 കിലോ ഒക്കെ ഉള്ള ഉമ്മ 4 5 അല്ലെങ്കിൽ 10 12 കിലോ ഉള്ള കുട്ടിയോട് വലിയ തരത്തിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്, റെസ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏതെല്ലാം തരത്തിലുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി പഠിക്കുന്നത് LKG ആയിരിക്കും. അപ്പൊ വീട് എന്ന് പറയുന്നത് പഠിപ്പിക്കാനുള്ള സ്ഥലമല്ല, പ്രോത്സാഹനങ്ങൾ നൽകാൻ, കുട്ടിയെ മനസ്സിലാക്കാനുള്ള സ്ഥലമൊക്കെയാണ് വീട് എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ഇത് തരാമെന്നൊരിക്കലും പറയരുത് കുട്ടിയോട്. അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അത് തരാം എന്ന് ഓഫർ വെക്കാനേ പാടില്ല കുട്ടികളോട്. അത് തെറ്റായൊരു കാര്യമാണ്. ഏതാ നമ്മളെ കുട്ടി ചെയ്തൊരു നല്ല കാര്യം കണ്ടുവെക്കുക. പിന്നീട് നമ്മളൊരു യാത്രയിലോ ഒരു ടൂർ പോകുമ്പോഴോ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കാണിച്ചു കൊടുത്തിട്ട് വാങ്ങിക്കൊടുത്തിട്ട് അവനോട് പറയാ, നീ അന്ന് ചെയ്തതിനുള്ള സമ്മാനമാണിത്. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ, നമ്മൾ ചെയ്തു നോക്കൂ. കുട്ടി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കും. ഞാൻ ഇപ്പൊ എന്തെങ്കിലും എനിക്ക് സമ്മാനം വാങ്ങിത്തരും. അല്ല, നേരെ തിരിച്ചു നമ്മൾ പറയണം, നീ ഇത് ചെയ്താൽ ഞാൻ അത് വാങ്ങിത്തരും, നല്ല കുട്ടിയായാൽ നിനക്ക് സൈക്കിൾ വാങ്ങിത്തരും എന്നൊക്കെ പറയുകയാണെങ്കിൽ അവൻ ആ കാര്യം ചെയ്യണത് ഒരിക്കലും ആത്മാർത്ഥമായോ അവന്റെ ഉള്ളിൽ നിന്നുള്ള ശ്രമമായിട്ടോ ആവൂല. മറിച്ച് ആ ഓഫർ അവന് കിട്ടാനുള്ള ശ്രമം തന്നെയായിരിക്കും. ഏതാ യാദൃച്ഛികമായാണ് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നതെങ്കിൽ അവന്റെ ഉള്ളിൽ ആ നന്മ പെരുകുകയാണ് ചെയ്യുക എന്നാണ് ആധുനിക മനഃശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ പലപ്പോഴും നമ്മൾ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുമല്ലോ, ശരിക്കും പ്രശ്നം പലപ്പോഴും നമ്മുടെ അടുത്തായിരിക്കും. നമ്മുടെ ശ്രദ്ധക്കുറവോ നമ്മുടെ പെരുമാറ്റ ദൂഷ്യങ്ങളോ ഒക്കെ ആയിരിക്കും. നിങ്ങൾ വെറുതെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ 7 വയസ്സ് മുതൽ കുട്ടിയെ നിസ്കരിക്കാനുള്ള ശീലങ്ങൾ നടത്തണം അല്ലെ. 10 വയസ്സായിട്ടും കുട്ടി നിസ്കരിച്ചിട്ടില്ലെങ്കിലോ, നിസ്കാരം ശീലമാക്കിയിട്ടില്ലെങ്കിലോ എന്താണ്? അടിക്കണം. ആരെ അടിക്കണം? കുട്ടിയാണ് അടിക്കേണ്ടത്? എനിക്ക് സംശയമുണ്ട് കുട്ടിയാണ് അടിക്കേണ്ടതെന്ന്. കാര്യം എന്താണെന്നറിയോ? 10 കൊല്ലാണ് കോച്ചിങ്ങിനുള്ള സമയം. കോച്ചാരാണ്? നമ്മള്. എന്നിട്ട് 10 കൊല്ലമായിട്ടും ആ കുട്ടി അത് ശീലാക്കിയിട്ടില്ലെങ്കിൽ അടിക്കേണ്ടത് ആരെ? ശരിക്ക് കുട്ടിയെ തന്നെയാണോ അടിക്കേണ്ടത്? നമ്മൾ ഫുട്ബോളിന് നമ്മുടെ കുട്ടിയെ കോച്ചിങ്ങിന് പറഞ്ഞയക്കുന്നു. 10 കൊല്ലമായി ഫുട്ബോളിന്റെ കോച്ചിങ്. എന്നിട്ട് കുട്ടി ഫുട്ബോൾ മര്യാദ കളിക്കുന്നില്ലെങ്കിൽ, അവൻ അതിന്റെ ഒരു തരത്തിലുള്ള ശ്രമങ്ങളിലും അവൻ പ്രതിഭയാകുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അയാളുടെ അടുത്തേക്ക് പറഞ്ഞേക്കുവോ? നിങ്ങൾ ആലോചിക്കണോ? അപ്പൊ അടിക്കണം എന്ന് പറഞ്ഞാൽ ശരിക്ക് രക്ഷിതാവിനെയാണോ കുട്ടിയെയാണോ എന്നുള്ള കാര്യത്തില് നല്ല സംശയമുണ്ട്. ഞാനൊരു തമാശ രൂപേണ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ശീലമാക്കുക എന്നുള്ള ശ്രമം ഉണ്ടല്ലോ. നമ്മൾ പറയണ കാര്യങ്ങളല്ല കുട്ടികൾ ശീലാക്കുന്നതും അനുസരിക്കുന്നതും. പിന്നെന്താണ്? അവരെന്താണ് കാണുന്നത്, അതാണ് അവർ ശീലാക്കുക. ഞാൻ വെറുതെ ഒരു വർക്ക് തരാം, ഒരു ചെറിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്യില്ലേ? വലത് കൈ ഒന്ന് ഫ്രീ ആക്കിയാൽ മതി, ഈ കൈ എല്ലാവരും. ഓക്കെ, ഞാൻ പറയണ അതേപോലെ ചെയ്യണം കേട്ടോ. എന്റെ മുന്നിലുള്ളവരും ഇല്ലാത്തവരൊക്കെ ചെയ്യണേ. റെഡി അല്ലേ? പറയണത് പോലെ ഞാൻ ചെയ്യുന്നത് കാണിക്കുന്ന അതേപോലെ തന്നെ ചെയ്യണം. ഓക്കെ, പെരുവിരലിങ്ങനെ ചൂണ്ടി പിടിക്കുക, എന്നിട്ട് നെറ്റിയിൽ വെക്കുക, എന്നിട്ട് കണ്ണിന്റെ അവിടെ വെക്കുക, മൂക്കിന്റെ അവിടെ വെക്കുക, ചുണ്ടിന്റെ അവിടെ വെക്കുക, വീണ്ടും നെറ്റിയുടെ അവിടെ വെക്കുക, മൂക്കിന്റെ അവിടെ വെക്കുക, ചുണ്ടിന്റെ അവിടെ വെക്കുക. ചുണ്ടെവിടാ? ചുണ്ട് ഇവിടെയാണോ? കുറെ ആളുടെ ചുണ്ട് ഇവിടെ ആയിപ്പോയി. അതിന്റെ കാരണം എന്താണ്? ഞാൻ പറയുന്നത് എന്തായിരുന്നു? ചുണ്ട് എന്നാണ്. പക്ഷെ ചെയ്ത് കാണിക്കുന്നത് എന്താണ്? ഇവിടെയാണ്. ഞാൻ പെരുവിരൽ എന്ന് പറഞ്ഞത്. ഇത് പെരുവിരലാണോ? പെരുവിരൽ ഇതല്ലേ? അല്ലേ? ഇതെന്താണ്? ചൂണ്ടുവിരലാണ്. പക്ഷെ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ അനുസരിച്ചത്, പിന്നെയോ ചെയ്തത്. അത്രയേ ഉള്ളൂ. മക്കളുടെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ. നമ്മൾ പറയണതൊന്നും അവരുടെ ഉള്ളിലുണ്ടാവില്ല, നമ്മൾ ചെയ്തു കാണിക്കുന്നതാണ് ഉണ്ടാവുക. അത് നമ്മുടെ ആരാധനാകർമ്മങ്ങളുടെ കാര്യമായിരുന്നാലും നല്ല സൽക്കർമ്മങ്ങളുടെ കാര്യമായിരുന്നാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോ ഓരോ കുട്ടിക്കും എന്തുണ്ട്? നീഡ്സും ഉണ്ട്, വാണ്ട്സും ഉണ്ട്. ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുമുണ്ട്. കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അവഗണിച്ചാൽ ആ കുട്ടിയുടെ ആവശ്യങ്ങളെ പോലെ തന്നെ ആ കുട്ടിയുടെ ഈ തരത്തിലുള്ള ഈ വൈകാരികമായ ആവശ്യങ്ങൾ, തൊടുക, സ്നേഹിക്കുക, അംഗീകരിക്കുക, ആദരിക്കുക, ഇത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവഗണിച്ചു കഴിഞ്ഞാൽ
ഡേഞ്ചറസ് ആയിരിക്കും. സാധാരണ പറയാറുണ്ട്, എ റിജക്റ്റഡ് ചൈൽഡ് ഈസ് ഡേഞ്ചറസ് ചൈൽഡ്. അവഗണിക്കപ്പെടുന്ന കുട്ടിയാണ് അപകടകാരിയായ കുട്ടി. ബ്രിട്ടനിലൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ബെഞ്ചമിൻ എന്നായിരുന്നു. ആ കുട്ടിക്കൊരു ചെറിയ അനിയത്തി കുട്ടിയുണ്ട്. അവളുടെ പേര് സാലി എന്നാണ്. ആകെ ഒരു അമ്മയാണ്, അച്ഛനില്ല. ഒരു ദിവസം അമ്മ എന്താ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ അമ്മ കടയിലേക്ക് പോകുമ്പോൾ തന്നെ ഇവനോട് പറഞ്ഞിരുന്നു, അനിയത്തിയെ നോക്കണം, ചെറിയ കുട്ടിയാണ്, എഴഞ്ഞിട്ട് എവിടെങ്കിലും പോയിട്ട് വീഴും എന്നൊക്കെ. ഇവനതൊക്കെ ഏറ്റെടുത്തതാണ്, അനിയത്തിയുടെ എല്ലാ സംരക്ഷണം ഏറ്റെടുത്തതാണ് ഇവൻ. അങ്ങനെ അമ്മ തിരിച്ചു വരുമ്പോ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള പെയിന്റ് കൊണ്ട് അവിടെ ആകെ വരച്ചിട്ടിരിക്കുന്നു. പാവ അമ്മയാണ്. നല്ല വാൾപേപ്പർ കൊണ്ട് നല്ല ചുമരൊക്കെ വൃത്തിയാക്കി പെയിന്റൊക്കെ ചെയ്തതാണ്. ആ പെയിന്റിന്റെ പാത്രവും ബ്രഷൊക്കെ അവിടെ ഉണ്ട്. ഇവൻ ആ ബ്രഷ് പെയിന്റിൽ മുക്കിയിട്ട് അവന്റെ വക വേറെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അമ്മ അങ്ങാടിയിൽ നിന്ന് വരുമ്പോ കാണുന്നത്. നമുക്ക് നല്ല ദേഷ്യം വന്ന്. പക്ഷെ അതിനിടയ്ക്ക് ഇവനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാം, ഇവന്റെ അനിയത്തിക്കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ഒരു ഡോളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ഇവൻ ചുമരിൽ വരച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ചിത്രം. അപ്പൊ അമ്മക്ക് അത് കണ്ടപ്പോ എല്ലാ ദേഷ്യം പോയി. അമ്മ ചോദിച്ചു, ധാരാളം വരച്ചു, നീയാണ് വരച്ചേ? നീ മുമ്പൊന്നും വരക്കുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചിരുന്നു വരക്കാന്, എന്റെ പുസ്തകത്തിലൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് അമ്മേ. ഇത് നീ നമ്മുടെ കുട്ടിയെ നീ വരച്ചതാണോ? അതെ. അമ്മ അവനെ വാരിയെടുത്ത് ചുംബിച്ചു. ആ കുട്ടിയാണ് പിന്നെ ബെഞ്ചമിൻ വെസ്റ്റ് എന്ന ചിത്രകാരനായി മാറിയത്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണെന്നറിയോ? എന്റെ അമ്മയുടെ ചുംബനം എന്നെ ചിത്രകാരനാക്കിയെന്ന്. ചിത്രകാരനാകാൻ ആഗ്രഹിച്ച ആരായിരുന്നു? ഹിറ്റ്ലർ. പിന്നെ ആരായി തീർന്നു? ബെഞ്ചമിൻ വെസ്റ്റ് ചിത്രകാരനാകണമെന്ന് ആഗ്രഹിച്ച ആളൊന്നും ഇരുന്നില്ല. പക്ഷെ ആരായി തീർന്നു? അമ്മയുടെ ഒരൊറ്റ ചുംബനം കൊണ്ട് ചിത്രകാരനായി മാറുകയാണ് ബെഞ്ചമിൻ വെസ്റ്റ്. യൂറോ കണ്ടിട്ടില്ലേ നിങ്ങൾ നോട്ട്? അതിൽ റോയൽ ഫാമിലിയുടെ ചിത്രങ്ങളുണ്ടാവും. അത് വരച്ച ആളാണ് അദ്ദേഹം. ചെറിയ ആളല്ല ബെഞ്ചമിൻ വെസ്റ്റ് എന്ന് പറയുന്നത്. ചുമരിൽ വരച്ചിട്ടൊരു ചിത്രമാണ്. നമ്മുടെ ചുമരിൽ വരച്ചുള്ള അവസ്ഥ എന്തായിരിക്കുമല്ലേ? ഞാനിതൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോഴേ ഒരു കുട്ടി ഭയങ്കര ചിരിക്കുന്നുണ്ട്. ചെറിയ മോളാണ്. പിന്നെയാണ് അവന്റെ ഉപ്പ വന്നിട്ട് പറഞ്ഞതേ, അന്ന് അവൾക്ക് അടി കിട്ടിയിട്ടുണ്ട് ചുമരിൽ വരച്ചതിന്റെ പേരിൽ. വേറൊരു വീട്ടിൽ ചെന്നപ്പോ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതാണ്, മോള് വലുതായി കഴിഞ്ഞിട്ട് ഞാൻ പെയിന്റ് അടിക്കുള്ളൂ വീട്. ഏകദേശം അവള് ചുമരിലെല്ലാം അവളെ വരച്ചിട്ടതാണ്. അതവിടെ നിന്നോട്ട്, അതേ ദേഷ്യത്തിലല്ല പറയുന്നത്. അപ്പോ അത് അംഗീകാരമാണ്. വേറെ എവിടുന്ന് വലിയ ട്രോഫി കിട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മുടെ ഉമ്മാന്റെ ഉപ്പാന്റെ ഒരു അംഗീകാരം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു വാക്കാണത്. നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടില്ലേ അത്? ഇല്ലേ? നമ്മളൊക്കെ എത്ര ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നമ്മുടെ മൂഡിനനുസരിച്ചായിരിക്കും നമ്മൾ മക്കളോട് പെരുമാറുക. നമ്മൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അപ്പോഴാണ് ഉമ്മ എനിക്ക് 1 റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വരുന്നത്. എന്റെ 1 റാങ്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ 1 റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ സന്തോഷത്തിൽ പറഞ്ഞിരിക്കും കുട്ടി. പക്ഷെ നമ്മുടെ മൂഡിന്റെ വാരിയേഷൻ അനുസരിച്ച് നമ്മൾ ഈ കുട്ടിയോടുള്ള പെരുമാറ്റത്തിലും പ്രശ്നങ്ങൾ വരികയാണ്. പക്ഷെ നമ്മുടെ ആ വാരിയേഷനിൽ കുട്ടിയോട് നമ്മൾ മോശമായിട്ട് പെരുമാറിയതാണ് കുട്ടിയുടെ ഉള്ളിലുണ്ടാവുക. ശരിയല്ലേ? നമ്മുടെ ഒരു നിമിഷം കൊണ്ട് അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ വൈകാരികതകൾക്കും നിമിഷ നേരങ്ങളേ ഉള്ളൂ ആയുസ്. മുറിവുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ. ആ പുസ്തകം നിറയെ മുറിവുകൾ തന്നെയാണ്. അതിലൊരു സംഭവം പറയുന്നുണ്ട്. അയാളുടെ കുട്ടിയോട് ഭയങ്കര കമ്പനിയാണ്, സുഹൃത്തുക്കളെ പോലെയാണ് രണ്ടാളുകളും. അദ്ദേഹം പുതിയ കാറ് വാങ്ങിയിട്ട് കുട്ടിയെ കാറിലിരുത്തിയിട്ട് എന്തോ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ കാഴ്ചകൾ കാണുന്നതിനിടയിൽ കുട്ടി ഓടി വന്ന് കാറുമ്മൽ എന്തോ കുത്തി വരച്ചു. അച്ഛന് ദേഷ്യം വന്ന് ഓടി വന്ന് നോക്കുമ്പോൾ കാറിൽ എന്തോ അവന് ഇരുമ്പ് കൊണ്ടാണ് കുത്തി വരച്ചിരിക്കുന്നത്. ഇരുമ്പിന്റെ ഒരു കമ്പുണ്ട്, ആണി പോലെ. അദ്ദേഹം ആ കമ്പ് വാങ്ങിയിട്ട് അവനെ അടിച്ചു. അത്യാവശ്യം നീളമുള്ളൊരു കമ്പ് അടിച്ചു എന്ന് മാത്രമല്ല, വിരലിനാണ് കാര്യമായിട്ട് അടിച്ചത്. നടന്ന സംഭവമാണ് കേട്ടോ. ഡൽഹിയിലെ വലിയൊരു IT ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അപ്പൊ ജോലിക്കയറ്റം കിട്ടിയപ്പോഴാണ് കാറ് വാങ്ങിയത്. മകനെ അടിച്ചു എന്ന് മാത്രമേ, നന്നായിട്ട് അടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ദേഷ്യമൊക്കെ മാറി. പക്ഷെ കുട്ടിയുടെ കരച്ചിൽ മാറുന്നില്ല. ഒരു നിവൃത്തിയില്ല, കയ്യിൽ തൊടാൻ സമ്മതിക്കുന്നില്ല കുട്ടി. കുറെ സമയം കഴിഞ്ഞിട്ടും ഒന്ന് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം കുട്ടിയെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോവാ. ഡോക്ടറെ കാണിച്ചു, സ്കാൻ ചെയ്തു. ഡോക്ടർ അവസാനം പറഞ്ഞു, ആ 2 വിരലുകൾ ഇനി അനങ്ങില്ല കേട്ടോ എന്ന്. അച്ഛൻ കരഞ്ഞു. ICUയുടെ ആ ഹോളിലൂടെ ഇങ്ങനെ നോക്കി കുട്ടിയെ. കുട്ടി അച്ഛനോട് ചിരിച്ചു. അപ്പോഴാണ് ഇയാൾ ആകെ തകർന്നു പോയത്. ഇയാൾ കാറിന്റെ അടുത്ത് വന്നിരുന്ന് പൊട്ടിക്കരയാണ്. കുട്ടി കോറി വരച്ച ആ ഭാഗം വെറുതെ ഇങ്ങനെ തടവിയതാ. അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്, I love you ഡാഡ് എന്നാണ് കുട്ടി എഴുതിച്ചിരിക്കുന്നത്. എന്റെ അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന്.
കാറ് വാങ്ങിയ സന്തോഷത്തിലേ അവൻ ചെയ്തതാണ്. പക്ഷെ അച്ഛനോ, ആ അച്ഛന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ആ അച്ഛൻ പിന്നെ ജയിച്ചിരുന്നിട്ടില്ല. നിമിഷ നേരങ്ങളുടെ നമ്മുടെ ചില വാശികളുണ്ടാവും, 3-4 മിനിറ്റ് കൊണ്ട് തീരുന്ന വാശിയായിരിക്കും അത്. പക്ഷെ നമ്മൾ പറയണ ചില വാക്കുകളുണ്ടാവും, ആ സമയത്ത് എടുക്കണ ചില തീരുമാനങ്ങളുണ്ടാവും, പറയണ ചില കാര്യങ്ങളുണ്ടാവും, വാക്കുകളുണ്ടാവും. അതിനാ 3-4 മിനിറ്റിന്റെ ആയുസാവുകയില്ല. ഒരൊറ്റ വാക്കിന്റെ കാരണം കൊണ്ട് ജീവിതം തന്നെ താറുമാറായ ആൾക്കാർ നമുക്കറിയാം. ഒരൊറ്റ വാക്കാണ്, ഉമ്മാന്റെ ഒരു വാക്ക്, അല്ലെങ്കിൽ വാപ്പന്റെ ഒരു വാക്ക്, ഇക്കാക്കന്റെ ഒരു വാക്ക്. ആ വാക്ക് കൊണ്ട് ആകെ തകർന്നു പോകുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. അപ്പോ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇമോഷണലി അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ടുകൾ. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടിയെ ശ്രദ്ധിക്കപ്പോഴായിരിക്കും, കുട്ടി നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അപ്പോഴൊന്നും ശ്രദ്ധിക്കൂലേ, അല്ലേ? എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുക. അതുകൊണ്ട് കുട്ടി പലപ്പോഴും കുരുത്തക്കേട് കാണിക്കാനും തുടങ്ങും കേട്ടോ. ഈ കുട്ടികൾക്കൊരു പ്രശ്നമുണ്ട്, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവും. നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ ശ്രദ്ധിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തും. അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്നൊരു അസുഖം എന്ന് പറഞ്ഞുകൂടാ, അതൊരു സ്വഭാവത്തിലെ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വന്നു, നമ്മുടെ കൂട്ടുകാരിയും അല്ലെങ്കിൽ കൂട്ടുകാരനും ഒക്കെ വന്നു, അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിന്റെ കുട്ടിയെ മടിയിലിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കും. സ്നേഹം കൊണ്ട് സന്തോഷം കൊണ്ട് ചെയ്യുന്ന നമ്മുടെ കുട്ടി കാണുന്നുണ്ടാവുകയും അവനിതൊന്നും കിട്ടുന്നുണ്ടാവില്ല. പലപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അവന്റെ ഉള്ളിലൊരു കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വാശി വരും, അസൂയ വരും. കിട്ടുന്നില്ലെങ്കിൽ അവന് ദേഷ്യം കൂടി വരും. അപ്പൊ അവനെന്താ ചെയ്യാ? അവൻ മെല്ലെ ഇങ്ങനെ വന്നു നോക്കും, വണ്ടിയൊക്കെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടാവും. പക്ഷെ അപ്പോഴൊന്നും അവനെ ശ്രദ്ധിക്കണില്ല. ഉമ്മ എപ്പോഴും ശ്രദ്ധിക്കണം ആ കുട്ടിയെ തന്നെയാണ്, അല്ലെങ്കിൽ വാപ്പപ്പോഴും. അപ്പൊ അവനെന്ത് ചെയ്യും? ഗ്ലാസ്സിൽ മെല്ലെ പിടിച്ചിട്ട് താഴേക്കിടും, ഗ്ലാസ് പൊട്ടിച്ചെതറി. അപ്പോഴാണ് നമ്മൾ അവനോട് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ സന്തോഷമായി. അവന്റെ ഉള്ളിൽ പറയുന്നുണ്ട്, എന്ത്? ഞാൻ ഇവിടെ ഉണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞില്ലേ? അതാണ് അറ്റൻഷൻ സീക്കിംഗ് ആണ്. അവനവിടെ വന്നു എന്ന് എല്ലാവരും അറിഞ്ഞു, അവൻ വണ്ടി വിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അവനാകെ വേണ്ടത് അവനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കഴിക്കുന്നുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ മക്കൾക്ക് കൂടി താല്പര്യമുള്ള വിഷയങ്ങളാണ് ആ സമയത്ത് സംസാരിക്കേണ്ടത്. നമുക്ക് സംസാരിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ ഈ കുട്ടിക്ക് യാതൊരു റോളും ഇല്ലാത്ത വിഷയമാണ് എങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സംസാരങ്ങൾ പാടില്ല. നമ്മുടെ കുട്ടികൾക്ക് കൂടി പങ്കെടുക്കുന്ന താല്പര്യം ഉണ്ടാവുന്ന വിഷയങ്ങളാണ് സംസാരിക്കേണ്ടത്. കാരണം കുട്ടി കൂടി പങ്കെടുക്കണം ആ വിഷയത്തിൽ. ആ കുട്ടിയെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും കുട്ടിയുടെ വാക്കിന് നമ്മൾക്ക് വിലയുണ്ട് എന്നും കുട്ടിക്ക് മനസ്സിലാവണം എന്നർത്ഥം. ഇല്ലെങ്കിൽ അവൻ ശ്രദ്ധിക്കപ്പെടാനുള്ള പണികളെടുക്കും. അതാണ് അറ്റൻഷൻ സീക്കിങ്. ശ്രദ്ധ നേടാനുള്ള പണികളെടുക്കും. അത് പലപ്പോഴും അപകടങ്ങളായിരിക്കും. നമ്മൾ കുറെ സമയം നമ്മുടെ കുട്ടിയെ ആയിക്കഴിഞ്ഞാൽ, ഇപ്പൊ സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞ കുട്ടി, ചെറിയ കുട്ടി കുറെ സമയം കാണാതായിട്ട് പിന്നെ നമ്മളെ കാണുമ്പോ ആ കുട്ടി എവിടെയാ കയറിയിരിക്കുക? നമ്മുടെ മടിയിലാ കയറിയിരിക്കുക, അല്ലെ? നമ്മളെ വാരി പിടിക്കുന്നതൊക്കെ കാണാം. കുറെ സമയം കിട്ടാതാവുകയാണ് ഉമ്മാന് അല്ലെങ്കിൽ ഉപ്പാന്. പിന്നെ അവർ വന്നിട്ട് ആ സ്നേഹം വല്ലാണ്ട് പ്രകടിപ്പിക്കുന്നത് കാണാം. നമ്മളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. അതെന്തുകൊണ്ടാണെന്നറിയാം? നമ്മളെ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ആദ്യം എപ്പോഴും നമ്മുടെ മക്കളുടെ ഉള്ളിലുണ്ട്. ഈ ശ്രദ്ധ കിട്ടാതാകുന്നുണ്ടോ? ഇത്രയും സമയം കൊണ്ട് എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ എന്നെ മറന്നുപോയോ എന്നുള്ളൊരു ചിന്ത അവന്റെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. ബോധപൂർവമല്ല, ഓരോ കുട്ടിയുടെ ഉള്ളിൽ സ്വാഭാവികമായി അത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഓരോ സമയത്തും നമ്മൾ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കുട്ടിക്ക് മനസ്സിലാവണം. ചെറിയ കുട്ടികൾക്ക് ഉപദേശങ്ങളൊന്നും ഒരിക്കലും കൊടുക്കരുത്. കാരണം ഉപദേശങ്ങളൊന്നും ഫലപ്പെടാത്ത പ്രായമാണത്. പിന്നെ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് അറിയോ? എന്താണ്? കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാന്, നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാന്, മോശമായ ശീലങ്ങൾ ഇല്ലാതാക്കാനൊക്കെ ഏറ്റവും നല്ല പരിഹാരം എന്താണെന്നറിയാം? നല്ല കഥകളാണ്. നിങ്ങൾ ഈ സ്വഭാവ വൈകല്യം അല്ലെങ്കിൽ പഠന വൈകല്യമൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകളുണ്ട്, സ്പെഷ്യൽ സ്കൂളുകൾ. അവിടെ ചെന്ന് നോക്കണം, അവിടെ ട്രെയിനിങ് കിട്ടിയ ആളുകളുണ്ടാവും. അവർക്ക് ആകെ കൊടുത്ത ട്രെയിനിങ് എന്താണെന്നറിയോ? കഥ പറയലാണ്. സ്റ്റോറി ടെല്ലിംഗ് ഒരു തെറാപ്പിയാണ്. കാരണം കഥകളിലൂടെയാണ് കുട്ടികളുടെ ഉള്ളിൽ വല്ലാത്ത തരത്തിലുള്ള സ്വാധീനം ഉണ്ടാവുക. ഇപ്പൊ ഞങ്ങളുടെ മോന്റെ കാര്യം എനിക്കറിയാം. അവന് പെൻസിൽ കളഞ്ഞു വരും എല്ലാ ദിവസവും. എല്ലാ കുട്ടികളുടെയും കാര്യത്തിലുള്ളതാണ്. എല്ലാ ദിവസവും പെൻസിൽ കളഞ്ഞു വന്ന ആള്. അപ്പൊ അവനോട് അവന്റെ ഉമ്മ എന്തോ ഒരു കഥ പറഞ്ഞു കൊടുത്തു. ആ കഥ ഞാൻ ഓർക്കുന്നില്ല.
പെൻസിലായിട്ട് ബന്ധപ്പെട്ട് കളഞ്ഞു വന്നൊരു കുട്ടിയുമായി ബന്ധപ്പെട്ട് എന്തൊരു കഥ പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ അവൻ ഈ കാലം വരെ പെൻസിൽ കളഞ്ഞില്ല. അവനിപ്പോ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 1ാം ക്ലാസ്സിൽ നിന്നാണ് അവൻ ആ കഥ കിട്ടിയത്. ഇതിനെ സംബന്ധിച്ചുള്ള പ്രാധാന്യം മനസ്സിലായപ്പോൾ കഥ പറഞ്ഞു കൊടുത്തതാണ്. അതുപോലെ തന്നെ പാവപ്പെട്ട ഒരാളെ സഹായിച്ചൊരു കുട്ടിയുടെ കഥ പറഞ്ഞു കൊടുത്തതാണ്. അവളൊരിക്കലും അങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ പെരുന്നാളിനും മറ്റുമൊക്കെ കിട്ടുന്ന പൈസയൊക്കെ ഒരു കുട്ടി ഒരു പാത്രത്തിൽ നിക്ഷേപിച്ചു. എന്നിട്ട് വീടില്ലാത്ത ഒരാൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് ആ പൈസ കൊടുത്തു എന്നൊരു കഥ ഒരിക്കൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് അവൾ വെറുതെ പറഞ്ഞു കൊടുത്തതായിരുന്നു. അവര് 2ാം ക്ലാസ്സിലൊക്കെ ഉള്ള സമയത്താണ്. അവൻ ഇപ്പോഴും പൈസ സ്വരൂപിക്കുന്നതാണ്. അവന്റെ ഒരു വലിയ കുറ്റിയുണ്ട്, അതിലൊരുപാട് പൈസയുണ്ട്. അവന് കിട്ടിയ പൈസ മുഴുവൻ അതിനകത്താണ്. അവന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, അവിടെ കൊണ്ടോട്ടിയിൽ ബിസ്മി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ഒരു ചാരിറ്റി വർക്കൊക്കെ നടന്ന് അവർക്ക് കൊടുക്കാനാണെന്ന് അവൻ പറയുന്നത്. ഒരു ദിവസം ഞായറാഴ്ച അവിടെ പോയപ്പോ അവിടെ അനാഥരായ ആളുകള്, വിധവകളായ സ്ത്രീകളൊക്കെ ഒരുപാട് പേര്, 500 പേരെ അവർ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോ ഇവര് വന്നിട്ട് അവരുടെ സങ്കടങ്ങളാണ് പറയാ. അപ്പൊ അത് ഇവനൊരു ദിവസം കേട്ടതാണ്. അപ്പൊ അവന് ഈ പൈസ ഞാൻ അവിടേക്ക് തരുമെന്ന് പറഞ്ഞപ്പോ അതിന്റെ ആള് ചോദിച്ചു, എന്തിനാണ് ആ പൈസ തരുന്നത്, നിനക്ക് സൈക്കിൾ വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സങ്കടം പറയുന്നവർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. അത് നമ്മളാരും പഠിപ്പിച്ചു കൊടുത്തതല്ല. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരൊറ്റ കഥയിൽ നിന്നാണ് അതൊക്കെ തുടങ്ങിയത്. ഈ കഥ കേൾക്കുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉപദേശങ്ങളേ വേണ്ട. അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയേ ചെയ്യരുത്. അത് ചെയ്തൊരു കുട്ടിയുടെ കഥയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് ചെയ്തു കൊടുത്തൊരു കുട്ടിയുടെ കഥയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ചില കുട്ടികൾക്ക് ഈ മോഷണ ശ്രമങ്ങൾ ഉണ്ടാവും, വീട്ടിൽ അതിലേറെ നല്ല സാധനങ്ങൾ ഉണ്ടാവും. എന്നാലും ഈ തെഫ്റ്റോമാനിയാണോ മറ്റോ എന്താണ് അതിന് പേര്, ഈ മോഷണം നടത്താനുള്ളൊരു പ്രേരണ അവർക്ക് വേണ്ടിയിട്ടല്ലാതെ ശ്രദ്ധ പിടിച്ചു പറ്റാനൊക്കെയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണത്. പഠന വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല സംഭവമാണ് കഥ പറഞ്ഞു കൊടുക്കലാണ്. കാരണം കഥ അവരെ അത്രയും സ്വാധീനിക്കുന്നുണ്ട്. ചെറിയ കാര്യമല്ല കഥ. ഉപദേശങ്ങളെക്കാൾ പ്രധാനമാണ് കഥ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പോ ശ്രദ്ധ എന്നുള്ളത് കുട്ടികൾക്ക് അത്രയും പ്രാധാന്യമുള്ള കാര്യം. നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ അംഗീകാരമൊക്കെ. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, യതീമായൊരു കുട്ടിയെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇതുപോലെ ആയിരിക്കുന്ന റസൂൽ പറഞ്ഞു. അവൻ എന്നെ പോലെ ആകുന്ന റസൂൽ പറയാൻ പറ്റില്ലല്ലോ, കാരണം റസൂലല്ലേ. പിന്നെ പറയാവുന്ന ഏറ്റവും നല്ല സംഗതിയാണ് എന്ത്, ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ആയിരിക്കുന്ന പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറയാ. അതെന്തുകൊണ്ടാ, വാപ്പയില്ലാതെ പോയൊരു കുട്ടിക്ക് ഈ പറഞ്ഞതൊക്കെ ഒരാൾ കൊടുക്കുന്നു. അതൊരു ചെറിയ കാര്യമാണ്. ഭക്ഷണത്തെ കുറിച്ചല്ല ഈ പറയുന്നത്, അത് കൊടുക്കാൻ വേറെ ആളുകളൊക്കെ ഉണ്ടാവും. ഒരു തലോടല്. റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുന്നുണ്ട്, റസൂലെ എന്റെ മനസ്സ് വല്ലാതെ ഉണങ്ങിപ്പോകുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? റസൂൽ എന്താ പറഞ്ഞത്? ഒരു യതീമായ കുട്ടിയെ ഒന്ന് ഉമ്മ വെക്കടാ, ഒരു യതീമായ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്കടാ എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? സ്നേഹം കിട്ടാത്തവന് അത് കൊടുക്കുമെന്ന്. യതീമായ കുട്ടിക്ക് അതാണ് ആവശ്യമെന്ന് റസൂലിന് എവിടുന്ന മനസ്സിലായത്? പുസ്തകങ്ങളിൽ നിന്ന്. പിന്നെ റസൂൽ യതീമായിരുന്നു. അതുകൊണ്ടാ വിധവയായ പെണ്ണിനെ കുറിച്ച് എത്രയാ പറഞ്ഞെന്ന്. എന്തുകൊണ്ടാ? വിധവയായ പെണ്ണിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആള് യോദ്ധാവാണ്, യുദ്ധത്തിന് പോകുന്ന ആളെ പോലെയാണെന്ന് റസൂൽ പറഞ്ഞു. അതെന്തുകൊണ്ടാ? റസൂലിന്റെ വീട്ടിലൊരു വിധവ ഉണ്ടായിരുന്നു, റസൂലിന്റെ അമ്മയായിരുന്നു. പുസ്തകങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും അല്ല റസൂൽ ജീവിതത്തെ മനസ്സിലാക്കിയത്, പിന്നെയോ സ്വന്തം ജീവിതത്തിലായിരുന്നു. ഒരു രക്ഷിതാവിനെ കുറിച്ച് പറയുമ്പോഴും ഹബീബായ റസൂലിനേക്കാൾ നല്ലൊരു മാതൃക നമുക്ക് കാണാനുണ്ടാവില്ല. ഫാത്തിമ ബീവി വരുമ്പോഴേ റസൂൽ എഴുന്നേറ്റ് നിൽക്കുന്ന പറയുന്നത് ആദരിക്കാണ്. അവര് മുതിർന്ന സ്ത്രീയായിട്ടുണ്ട്, 2 കുട്ടികളെ, കുറെ കുട്ടികളെ ഉമ്മയായിട്ടുണ്ട്, ഒരാളുടെ ഭാര്യയായിട്ടുണ്ട്, ഒക്കെയാണ്. പക്ഷെ എന്നാൽ റസൂലിന് അവര് മലർത്തിപ്പിടിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ പ്രിയപ്പെട്ടവളായിരുന്നു. എവിടുന്നാണ് കാണുന്നെങ്കിലും കെട്ടിപ്പിടിക്കും. പല ആളുകളുടെ മുന്നിലായിരിക്കും, അവർക്ക് വല്ലാതെ മടിയൊക്കെ ആയിട്ട് അവർ ഓടിപ്പോകുന്ന പറയുന്നു. പക്ഷെ റസൂൽ അതൊന്നുമില്ല, വിഷയമല്ല. റസൂലിന്റെ കരളിന്റെ കഷ്ണമാണത്. റസൂലിന്റെ ഒരു അവയവമാണെന്ന് റസൂൽ പറഞ്ഞു. കരളിന്റെ കഷ്ണം എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? എന്റെ ജീവനാണെന്ന് പറഞ്ഞു. അങ്ങനെ അത്ര തന്നെ പ്രിയപ്പെട്ടതായിരുന്നു. അപ്പൊ അവര് വരുന്ന സമയത്ത് റസൂൽ എഴുന്നേറ്റ് നിൽക്കും എന്നാണ് ഹദീസ്. നമ്മുടെ കുട്ടികൾ വരുമ്പോൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ കാല് കയറ്റിയിട്ട് നമ്മുടെ അധികാരം സ്ഥാപിക്കുക ചെയ്യുക. കുറച്ചുകൂടെ വീറോടെ ബഹുമാനം കിട്ടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് നമ്മള്. പലപ്പോഴും വാപ്പനൊക്കെ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണല്ലോ. ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞേ, വാപ്പക്കൊരു പെട്ടി ഉണ്ടായിരുന്നു, ഇരുമ്പിന്റെ പെട്ടി. വാപ്പ മരിച്ചിട്ട് പോലും ആ പെട്ടിയെ പേടിയായിരുന്നു. വാപ്പ മരിച്ചുപോയി,
ആ പെട്ടിയുടെ അടുത്ത് ഒരു പച്ച കളറൊക്കെ പെയിന്റൊക്കെ അടിച്ച പെട്ടിയാ, ആ പെട്ടിയുടെ അടുത്തേക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു. അപ്പൊ സ്നേഹം പലപ്പോഴും നഷ്ടപ്പെട്ട വലിയ കഥകൾ പറയാൻ നമുക്കൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ മക്കൾക്ക് അത് ഉണ്ടാവരുത്. അത്രയും നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം.